ഇന്ന് നമുക്ക് ഈ സാരി ഒന്ന് ഡ്രൈപ്പ് ചെയ്താലോ? ഞാൻ ഇന്ന് സാരി ഡ്രൈപ്പിങ്ങും അതുപോലെ മേക്കപ്പ് ആക്ച്വലി ഇത് ഞാൻ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റെഡി ആവണത് അതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണു. ഞാൻ ഇന്ന് ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കണത് ഒരു കോട്ടൺ സെറ്റ് സാരിയാണ് കേട്ടോ എടുക്കണത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഓണ സെലിബ്രേഷനൊക്കെ ഇനി വരാൻ പോലെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തലേ ദിവസം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് എങ്ങനെ നമുക്ക് തന്നെത്താനെ ഒരു റെഡി ടു വെയർ സാരി പോലെ നമ്മുടെ നോർമൽ സാരി ആക്കാമെന്നുള്ളത് നോക്കാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെഷർമെൻറ്റ് എടുക്കണം. വെച്ചാൽ എവിടെ വെച്ചിട്ടാണ് നമുക്ക് പ്ലീറ്റ്സ് എടുക്കണേന്ന് അറിയണമല്ലോ. ഇത് നമ്മുടെ സിംപ്ലി ക്ലോത്തിങ്ങിൽ നിന്നുള്ള കോട്ടൺ സാരിയാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള കുഞ്ഞു ഇങ്ങനെ ബൂട്ടാ വർക്ക്സ് ഉള്ള ഞാൻ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ വയ്ക്കുക. നിങ്ങൾ എപ്പോഴും ഷോൾഡറിൽ ഈ പ്ലീറ്റ്സ് വെക്കുമ്പോൾ നിങ്ങളുടെ മുട്ടിന് കഴിഞ്ഞ് നിൽക്കണം. ആ ഒരു മെഷർമെൻറ്റ് വെച്ച് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു പിന്ന് കുത്തി വയ്ക്കുക. ഈ പിന്നിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് നമ്മുടെ സാരി ഡാമേജ് ആക്കാണ്ട് നമുക്ക് പിൻ ചെയ്യാൻ പറ്റണ പോലത്തെ പിന്നാണ് സാരി പിന്നെന്ന് പറയുക. മറ്റേ നമ്മളിങ്ങനെ മറ്റേ നോർമൽ സേഫ്റ്റി പിന്നെ കുത്തുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു ഹോള് വീടില്ലേ, ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ മൽക്കോട്ടൺ സാരി പോലത്തെ ഒക്കെ ഇങ്ങനെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് സാരീസ് ആണെങ്കിൽ നമ്മളിങ്ങനെ പിന്ന് കുത്തുമ്പോഴേക്കും അവിടെ ഓട്ട വീഴും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഈ ഒരു പിന്ന് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എടുക്കണ പോർഷൻ എവിടെയാണോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു കൈ ഇങ്ങനെ നീളം എടുത്തിട്ട് ആ കൈ നീളം വിട്ടിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഇങ്ങനെ നല്ല ഷേപ്പോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത്രയും ഭാഗമാണ് അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ പോണത്. അതിന് മുമ്പ് നമ്മുടെ ഷോൾഡറിൽ വെക്കുന്ന പ്ലീറ്റ്സ് ചെറുതായിട്ടൊന്ന് ഭയങ്കര റാൻഡംലി എടുക്കുക. അങ്ങ് കറക്റ്റ് ഇതാക്കിയിട്ട് എടുക്കണം എന്നില്ല. ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട് ഒന്ന് റാൻഡംലി എടുക്കാം. പിന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ആ തുമ്പൊന്ന് മടക്കി വെച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആ ഒരു ബോർഡറിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം കേട്ടോ, ഇത് ഇങ്ങോട്ടേക്കും മറ്റേത് ഓപ്പോസിറ്റ് നിൽക്കണം. രണ്ടും ഒരേ ഡയറക്ഷനിലോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അയൺ മെഷീൻ ഏറ്റവും ചെറിയ ചൂടിലിടണം. ഇതൊരു തവണ ഞാൻ ചെയ്ത് ഈ സെറ്റ് സാരി മൊത്തം കത്തിപ്പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ഭയങ്കര കുറച്ചിടുക. സിൽക്കിനെക്കാട്ടിലും ഏറ്റവും മിനിമം ഉണ്ടെങ്കിൽ അതിലിട്ട് ചെയ്യുന്നത് നല്ലത്. കാരണം ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഞാൻ തേപ്പൊട്ടി വെച്ച ആ ഭാഗത്ത് ഇങ്ങനെ തേപ്പൊട്ടിയുടെ ഷേപ്പിൽ കരിഞ്ഞു പോയില്ല, പക്ഷെ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് അവിടെ വന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് തീയല്ല ചൂട് കുറച്ച് വയ്ക്കുക. പിന്നെ നിങ്ങൾ ഇതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി അടിയിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് അളവ് നോക്കി എടുത്തിട്ട് വേണം നിങ്ങൾ തേക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഞാനിത് എൻ്റെ ഒരു ക്ലിപ്പ്, നിങ്ങൾക്ക് തുണി അലക്കാൻ ഇടാൻ പോലത്തെ ക്ലിപ്പില്ലേ, അങ്ങനത്തെ ക്ലിപ്പ് വെച്ചിരുന്നാൽ മതി കേട്ടോ. കണ്ണ പാടുകളൊക്കെ ഞാൻ അത് വെച്ച് കരിച്ചിട്ടുള്ള പാടുകളാണ്. എന്നിട്ടിങ്ങനെ റാൻഡംലി താഴെ എടുക്കുക. ഏകദേശം അടുപ്പിച്ച് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ വെളിയിലോട്ട് നിൽക്കരുത്. ഓക്കെ. താഴത്തെ പീസ് വെളിയിലോട്ട് നിന്നാൽ ഭംഗി ഉണ്ടാവില്ല. അതെല്ലാം അടിയിലോട്ട് അടുക്കി പെറുക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഫുള്ള് അതങ്ങനെ വെച്ചിട്ട് ആ പിന്ന് കുത്തി അവിടെ മുതൽ താഴത്തോട്ടേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നെഞ്ചിൻ്റെ പോർഷൻ ഇല്ലേ അവിടെ അത് കുറച്ച് നമ്മളെ പിന്ന് കുത്തിയിരിക്കണം അവിടെ കഴിയുമ്പോഴേക്കും ഇത് ഇതേപോലെ ഇങ്ങനെ വച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ പ്ലീറ്റ് നല്ല സെറ്റായിട്ട് വരും, നല്ല ഭംഗിയായിട്ട് വരും. നിങ്ങൾ ഇച്ചിരി ഇങ്ങനെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ തേക്കണുണ്ടോ ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി നമുക്ക് സാരി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് ഞാൻ എല്ലാ സാരിക്കൊന്നും ചെയ്യാറില്ല. മൽക്കോട്ടൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ സെറ്റ് സാരി, ഇങ്ങനെ ടിഷ്യൂ, ഇങ്ങനെ പറന്നിരിക്കുന്ന സാരികൾക്കാണ് ഇങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. ഞാനിത് തേച്ച ഉടനെ തന്നെ ഉടുക്കാനിരിക്കുന്നതുകൊണ്ട് കേട്ടോ അൺഡ്രസ് കോട്ടും മറ്റേ ടോപ്പം കിട്ടണ ബോമിച്ച മുന്നൂറ് പോലെ ഉണ്ടല്ലേ ഡ്രസ്സ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വിഷയത്തിൽ നിന്ന് പറയുമല്ലോ. ഇങ്ങനത്തെ പഴന്ന സാരി ആണെങ്കിലേ ഞാൻ തേക്കാറുള്ളൂ, അല്ലാതെ എനിക്ക് അത്ര ഇഷ്ടമല്ല, ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ ഈ നമ്മൾ ആ ഫ്രണ്ടിൽ 2 പിന്ന് കുത്തിയിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് പ്ലീറ്റിൽ അത് കുറച്ച് എൻ്റെ കൈപ്പത്തിയുടെ വലിപ്പത്തിൽ എടുത്തിട്ടാണ് ഞാൻ ആ ഫ്രണ്ട് പ്ലീറ്റ് എടുക്കുക. എന്താ വെച്ചാൽ ഈ ടിഷ്യൂ സാരികൾ, സെറ്റ് സാരി, അങ്ങനെ പറന്നിരിക്കുന്ന സാരികൾ ഞാൻ വലിയ പ്ലീറ്റ് എടുക്കുക. അതല്ല ചെറിയ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഭയങ്കര വയറുള്ള പോലെ തോന്നും. പക്ഷേ അതേസമയം തിന്നായിട്ടില്ല ഇങ്ങനെ മൽക്കോട്ടൺ, ഖാദി കോട്ടൺ, അങ്ങനെ തിൻ സാരികളാകുമ്പോഴേക്കും നമുക്ക് ചെറിയ പ്ലീറ്റ് എടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഞാനത് വലിയ പ്ലീറ്റ് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതെങ്ങനെയാണ് മടക്കി വെക്കണമെന്നും കൂടി കാണിക്കുകയാണ്. ഇത് ആക്ച്വലി ഞാൻ ഇപ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഇനി പോണ സെലിബ്രേഷനൊക്കെ കൊടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസമാണ് നിങ്ങൾ തേച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വച്ചാൽ മതി. വെച്ചാൽ ബാക്കിയുള്ള ആ പോർഷൻ ഓഫ് തുണിയില്ലേ അത് റാൻഡംലി ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ വെറുതെ. എന്നിട്ട് അത് ഈ പ്ലീറ്റിനോട് ചേർത്ത് ഇങ്ങനെ മടക്കി ഇങ്ങനെ പ്ലീറ്റ് ഇതിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പ്ലീറ്റ് വയ്ക്കുക. അപ്പോൾ പാടമൊന്നും വരില്ല. കാരണം എനിവേ ഈ പോർഷൻ നമ്മുടെ തുണി അകത്തോട്ടാണ് പോകുക, അത് വലിയ കാര്യമായിട്ട് കാണില്ല. പിന്നെ
പിന്നെ എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ ഇട്ടിരിക്കണ പോർഷനില്ലേ, ആ പോർഷൻ നേരെ എടുത്തിട്ട് അത് ഇളക്കരുത് കേട്ടോ, നേരെ ഇതേപോലെ തന്നെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇത് ഇതേപോലെ ഇരിക്കും. എന്നിട്ട് ഇത് നിങ്ങളൊരു ഹാങ്ങറിനകത്തോട്ട് തൂക്കുക, എവിടെയെന്ന് വെച്ചാൽ ഇടാം. പിന്നെ ഇത് നമ്മളിങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ ഒരുങ്ങുമ്പോഴാട്ടോ നല്ലത്. അല്ലാണ്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ബോക്സ് പോലെയൊക്കെ പ്ലീറ്റ് ചെയ്ത് മടക്കി വെക്കുന്നതാണ് അത് പോവാണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാകുമ്പോൾ ഞാൻ അങ്ങനെ നോർമലി ഇങ്ങനെ ഈ ഹാങ്ങറിനകത്ത് തൂക്കുക, എവിടെയെങ്കിലും തൂക്കിയിടുക, നന്നായിട്ട് അതേപോലെ തന്നെ ഇരിക്കും. ആ പ്ലീറ്റ്സോ അങ്ങനെ ഒന്നും തന്നെ വിട്ടുപോയില്ല കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾ ബിഗിനേഴ്സാണ്, നിങ്ങൾ കുറച്ച് മടിച്ചികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ഇങ്ങനെ, ഇതാണ് ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉടുക്കണേന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ആ അകത്തോട്ട് ഇങ്ങനെ പ്ലീറ്റ് വെച്ചില്ലേ, ആ ഭാഗം ഇങ്ങനെ കുത്തുക. ഓക്കെ, ആ കുത്തുന്ന സ്ഥലം നന്നായിട്ട് ഇറക്കി കുത്താൻ. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് ചെരുപ്പിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ നിങ്ങളൊന്ന് കാലിച്ചിരി അകത്തിയും വെച്ച് കൊടുക്കണം, എന്നാലും നിങ്ങൾക്ക് നടക്കുമ്പോഴേക്കൊക്കെ സ്പേസ് കംഫർട്ടബിൾ ആയിട്ട് വേണേൽ വെക്കാൻ. എന്നിട്ട് നമ്മൾ ഈ പല്ലു പോർഷൻ ഇങ്ങനെ ചുറ്റുക, നമ്മുടെ നെഞ്ചിലോത്തോട്ട് വെക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കൈയിൻ്റെ ഒരു അളവിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്ന തുണിയാണ് ആ കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെച്ചാൽ ഫ്രണ്ടിലോട്ട് വെച്ചിങ്ങനെ പിൻ ചെയ്യാം. എനിക്ക് അതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പമായി തോന്നിയിട്ടുള്ളത് നമ്മൾ ആ സെൻറ്ററിൽ പ്ലീറ്റ് എടുത്തിരിക്കുന്ന സാധനം ഞാൻ അങ്ങനെ കുത്തുമ്പോൾ നിങ്ങൾ നേരെ പൊക്കിളിൻ്റെ നേരെ വേണം കുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ പൊക്കിളിൻ്റെ ലെങ്ത്തിലാണ് കേട്ടോ പാവാട വെക്കാറില്ലേ. നിങ്ങൾക്ക് വേണമെച്ചാൽ താഴ്ത്തി വെക്കാം, എനിക്ക് പക്ഷെ അങ്ങനെ വെക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഒത്തിരി പേരുള്ളവരാണെങ്കിൽ താഴ്ത്തി വെക്കാനായിരിക്കും നല്ലത്. എന്നിട്ട് ഇപ്പുറ സൈഡിൽ കൂടെ കൈയിട്ടിട്ട് നമ്മുടെ ഈ സൈഡിലുള്ളത് കണ്ടോ ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വലിച്ചിട്ട് മേളിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. കണ്ടോ, നല്ല രസമായിട്ട് ഈ സൈഡ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരും. നിങ്ങൾ താഴ്ത്തി ഇങ്ങനെ സൈഡിൽ നിന്ന് വലിച്ച് താഴത്തേക്ക് ഒന്ന് ഇച്ചിരി വലിച്ചൊക്കെ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ആ ട്വിസ്റ്റ് ചെയ്യണത് ഇച്ചിരി ടെക്നിക്കാട്ടോ. താഴത്തോട്ട് ട്വിസ്റ്റ് ചെയ്യാണ്ട് മേളിലേക്ക് ട്വിസ്റ്റ് ചെയ്താലാണ് ആ ഭംഗിയായിട്ട് ആ സൈഡിലോട്ട് വരില്ല. എന്നിട്ട് ഈ ബാക്കി കാണുന്ന തുണിയില്ലേ, ഈ ബാക്കി കാണുന്ന തുണി ബാക്കിലോട്ട് കൊണ്ടുപോയി വെക്കുക. ഇതിപ്പോൾ ബ്ലൗസ് പീസും കൂടി സാരിയുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഒത്തിരി കൂടുതൽ തുണി ഇരിക്കണം കേട്ടോ. അത്ര തുണി വരാറില്ല സാധാരണ. എന്നിട്ട് നമ്മളൊന്ന് അടുക്കി പെറുക്കി വെക്കാണ്ട് ആ ഫ്രണ്ടിലൊക്കെ എന്തൊരു നീറ്റായിട്ട് വന്ന് നോക്ക്, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ നല്ല രസമായിട്ട് വരും. നിങ്ങൾക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക. ഫ്രണ്ടിലെ പ്ലീറ്റ്സ് കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിക്ക് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിൻ ചെയ്യുക കേട്ടോ. ഇതാണ് എൻ്റെ സാരി ഉടുക്കണ രീതി. ഞാൻ ഉടുക്കാറില്ല ഇങ്ങനത്തെ സെറ്റ് സാരികൾ കേട്ടോ. ഇനി എൻ്റെ ഒരു കുട്ടി മേക്കപ്പ് ലുക്ക് ആവാം. ഇപ്പം ഞാൻ ഭയങ്കര ഒരു ബെയറായിട്ടിരിക്കണ പോലെ ഇല്ലേ. അപ്പം ഞാൻ ഇത് ഫാസ്റ്റായിട്ടുള്ള മേക്കപ്പ് ആട്ടോ. പക്ഷേ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് അല്ല, ഞാൻ അത് ഫോട്ടോഷൂട്ടിന് വേണ്ടി അങ്ങനെ പറയാം, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പാണ്. നിങ്ങൾക്ക് വേണമെച്ചാൽ ഓണം സെലിബ്രേഷനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള മേക്കപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് ഫുൾ കൺസീലറാണ്, ഫൗണ്ടേഷൻ ഇടുന്നില്ല. കൺസീലർ വെച്ച് ഡാർക്കർ കൺസീലർ വെച്ചിട്ട് എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് സൈഡിലുള്ള ഭാഗങ്ങൾ ഹൈഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ബ്രൈറ്റർ ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കൺസീലർ എടുത്ത് കണ്ണിൻ്റെ അടിയിൽ. പിന്നെ ഇത് വേണമെച്ചാൽ നോ ബ്രഷ് മേക്കപ്പ് ലുക്ക് എന്നും പറയാം. ഫുള്ളെല്ലാം ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടാവണം കേട്ടോ, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ടിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാൾസിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഇച്ചിരി ബ്രൗൺ ഷെയ്ഡാണ്. പിന്നെ എൻ്റെ അപ്പോൾ കിട്ടിയത് അതായതുകൊണ്ട് ഞാനത് പെട്ടെന്ന് എടുക്കുക, നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷടപടേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യണേ. പിന്നെ ഞാൻ ഈ ഒരു മാൾസിൻ്റെ ഇത് പോലത്തെ മാൾസാണ് ഇഷ്ടം, മാൾസിൻ്റെ തന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാൾസിൻ്റെ ബ്ലഷ് അടിപൊളിയാണ് കേട്ടോ. റയർ ബ്യൂട്ടിയുടെയൊക്കെ ബ്ലഷ് ഇല്ല, അതുപോലെ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബ്ലഷാണ്. ഞാനിപ്പോൾ ബ്രഷ് എടുക്കണോ വേണ്ടിയോ എന്നാട്ടോ അന്ന് ആലോചിച്ചത്. അതിന് ശേഷം ഞാൻ പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നോക്കാം. ഇച്ചിരി കൂടിപ്പോയി, അത് വളരെ കുറച്ച് എടുത്താൽ മതി. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് മൊത്തം ഭയങ്കര ചുട്കീനെ പോലെ ആയിപ്പോൾ. പിന്നെ മസ്കാര എടുത്തിട്ട് ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസ്കാര നല്ലതാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ലാഷസിന് നല്ലതാണ്, പക്ഷേ പെട്ടെന്ന് നമുക്ക് അഴിച്ച് കളയാൻ പറ്റും, ഒരുപാട് ലാഷ് കൊഴിഞ്ഞു പോകത്തില്ല. എന്നിട്ട് ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെച്ചാൽ ലാഷസ് വെക്കാം. പിന്നെ ഞാൻ ഐ ലാഷ് കേളറും ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഉപയോഗിക്കാനുള്ള എൻ്റെ ലാഷസിൻ്റെ എനിക്ക് ആ ഭാഗത്ത് കുരു വന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതിന് ശേഷം അങ്ങനെ കണ്ണിലുള്ള പരിസരങ്ങൾ ഇച്ചിരി കുറച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ താഴത്തുള്ള ലാഷസിലും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാനൊന്ന് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഞാൻ രാവിലെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ മായ്ച്ചിട്ട് ലിപ് ബാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കണ്ണൊന്ന് വിങ് ലൈൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ഇത്തിരി വിടർന്നിട്ടിരിക്കണ പോലെ തോന്നാൻ വേണ്ടിയിട്ട് വിങ് ലൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ വിങ് ലൈൻ ചെയ്യാൻ ഉപയോഗിക്കണത് ഇത് മറ്റേ ഇത് ബ്രാൻഡിൻ്റെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇത് നല്ലതാണ്. ഇതിനകത്താകുമ്പോൾ ഐബ്രോ പെൻസിലുണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ
കണ്ണിൽ എഴുതേണ്ട ഐലൈനറും ഉണ്ട്. അതിന് ശേഷം പിന്നെയും മാഴ്സിൻ്റെ തന്നെ ലിപ് ലൈനർ വെച്ച് യൂസ് ചെയ്യുക. ഈ ലിപ് ലൈനർ അടിപൊളിയാണ് കേട്ടോ. മാഴ്സിൻ്റെ ഭയങ്കര വേർത്തിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എന്താണ് സ്കൻഡേനിയസ് ബ്രൗണോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ, ഒരു ന്യൂട്രൽ ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര മാറ്റം വന്നല്ലേ മുഖത്തിന്. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഒരു കമ്മലിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ സിംപ്ലി ഉണ്ണിന്ന് തന്നെയുള്ള ജ്വല്ലറി ആട്ടോ. ഇത് കോയിൻ വന്നിട്ടുള്ളൊരു കോയിൻ ജുംക്കയാണ്. ഇതിൻ്റെ മാല നല്ല പൊള്ളിയായിട്ടുള്ള മാലയാണ്, ഒരു ഹാരം പോലെയുള്ള ഒരു മാലയാട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളത്. നല്ല കോയിനും അതിനകത്ത് റൂബിയും കണ്ടാൽ നമുക്ക് റൂബിയും ഗ്രീൻ കളറിലെ വർക്കുള്ള നല്ല രസമുള്ള മാല. ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഹാരം ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇട്ട് വന്നപ്പോഴേക്കും ഒരു തമ്പ്രാട്ടിക്കിനും പോലത്തെ ഒരു ലുക്ക് വന്നു. ഞാൻ ഈ ലുക്കല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ മൊത്തം ചെയ്ത് വന്നപ്പോൾ ഒരു തമ്പ്രാട്ടി ലുക്ക് ആയോ എനിക്കൊരു സംശയം. പിന്നെ ആ ഒരു റെഡ് കളറിലൊരു പൊട്ട് കുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ പൊട്ട് കുത്തി. ഞാൻ ഇതേ ഗോപി പൊട്ട ഉദ്ദേശിച്ചത്. ഷമ്മൂസ് പറഞ്ഞ ഗോപി പൊട്ട് വേണ്ടാന്ന്. പിന്നെ ഈ വളയാട്ടോ എടുത്തു ഇത്തിരി ഭംഗിയാണ് നോക്കും. ഭയങ്കര ഡീറ്റെയിലിംഗ് ഉള്ളൊരു വളയാട്ടോ. ഇത് ഞാൻ ഈ സൈഡിൽ ടാഗ് ചെയ്യാവേ. എന്നിട്ട് ഞാൻ പിന്നെ ഈ മൂക്കുത്തി നോക്കി. പക്ഷേ ആ മൂക്കുത്തി ആക്ച്വലി ഇത് ഗോൾഡ് കളറാട്ടോ. പക്ഷെ അത് എന്തുകൊണ്ടിട്ടോ വെള്ള കളർ എന്നുവെച്ചാൽ എൻ്റെ സ്റ്റോൺ വൈറ്റാണ്. അപ്പോൾ ആ സ്റ്റോൺ ഇങ്ങനെ എടുത്ത് നിൽക്കായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ബ്ലെൻഡായി പോണില്ല. പിന്നെ കുറച്ച് എല്ലാം കൂടി ഇട്ടോ അതുപോലെ ഇത്തിരി അലമ്പ് ലുക്കായി വന്നു. അലമ്പല്ല, ഇത്തിരി ഒരു ഭയങ്കര ട്രഡീഷണൽ ലുക്കായി പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുൾ മാറ്റിയിട്ട് ഞാൻ ഹെയർ ബണ്ണ് കെട്ടിയിട്ട് അവിടെ ഞാൻ ചെറിയ ഇങ്ങനെ മുല്ലപ്പൂ വെച്ച് കൊടുത്ത്. അപ്പോഴേക്കും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമായിട്ടൊരു സിമ്പിളായി. മറ്റേത് ഇത്തിരി കൂടുതൽ ഒരു തെമ്പ്രാട്ടി വൈബായി പോയായിരുന്നു. എന്നിട്ട് പിന്നെ അമ്മൂസാണ് ഇപ്പം എൻ്റെ സ്റ്റൈലിസ്റ്റ്. അമ്മൂസ് ക്ലാസ് കഴിഞ്ഞുകൊണ്ടിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഷൂട്ടിന് എൻ്റെ കൂടെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മൂസാണ് എൻ്റെ ഹെൽപ്പർ. ഒരു അനിയത്തി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് എടുപ്പിക്കാം. പിന്നെ ഞാൻ ആ മാല മാറ്റിയിട്ട് ഈ ഒരു നെക്ലെസ് ആക്കി. ഇതൊരു കോയിനാണ്, ലെയേർഡ് കോയിൻ മാലയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള മാലയാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാമെന്ന് ഓർത്ത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഈ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടിയാണ് ഇട്ടത്. രസമല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായോ എന്നുള്ള താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. വീഡിയോ അപ്ലോഡ് ചെയ്ത് വേണ്ട അവരുടെ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കിതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.